ഇന്നത്തെ റെസിപ്പി ഒരു ബോണ്ടയാണ്. പലരും കഴിച്ചിട്ടുള്ളൊരു ബോണ്ട തന്നെയായിരിക്കും ഇത്. എന്നാൽ അധികം ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല. മൈസൂർ ബോണ്ട നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത്. ഇതിനൊരു പ്രത്യേകത, നമ്മൾ ഒരു ബോണ്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പം ഈ ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്, 1/4 കപ്പ് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ അരിപ്പൊടിയും മൈദയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടി തൈരാണ്. ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ തൈര് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ മാവ് ദോശമാവ് പോലെയൊന്നും ഒരുപാട് ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവ് എടുക്കുന്ന സമയത്ത്, എടുത്തൊഴിക്കുന്ന സമയത്ത് മാവ് മുറിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിക്കാൻ ശ്രമിക്കാം. അഥവാ നിങ്ങൾക്ക് ഈ ഒരു മാവ് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ മൈദയോ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മാവ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കട്ടിയുള്ള മാവാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളിങ്ങനെ കൈകൊണ്ട് ഇടുന്ന സമയത്ത് ഈ ഒരു മാവ് മുറിഞ്ഞ് വരും. നമ്മൾ ഈ ഒരു മാവ് കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് കൈകൊണ്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ജീരകമാണ്, നല്ല ജീരകം പൊടിച്ചതില്ലെങ്കിൽ മുഴുവൻ ജീരകം ചേർത്താലും മതി, പക്ഷേ പൊടിച്ചതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും അതേപോലെ മല്ലിയിലിൻ്റെ എല്ലാം ടേസ്റ്റ് ഈ ഒരു മാവിൽ നന്നായിട്ട് പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് 1 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പറ്റുമെങ്കിൽ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കുക. തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് 1.5 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോണ്ട തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് മാവ് മുറിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എണ്ണയിലേക്ക് നമ്മൾ മാവ് ഇടുന്ന സമയത്ത് കൈ നനച്ചിട്ട് വേണം ഈ ഒരു മാവ് കോരിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എണ്ണയിലേക്ക് മാവ് ഇടുന്നതിന് മുമ്പ് ഒന്ന് കൈ വെള്ളത്തിൽ മുക്കുക, അതിനുശേഷം മാവ് കോരിയിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാം. നമുക്ക് ആദ്യം ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇടുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയൊന്ന് നനക്കുക, അതിനുശേഷം മാവ് കോരിയിട്ടാൽ മതി. ഈ ഒരു ബോണ്ട പെട്ടെന്ന് തന്നെ ഉള്ളെല്ലാം വെന്ത് ഫ്രൈ ആയിട്ട് വരും, ഒരുപാട് ടൈമൊന്നും വേണ്ട. നമ്മൾ ആദ്യം മാവ് കോരിയിട്ടതിന് ശേഷം ഈ ഒരു ബോണ്ട ചെറുതായി ഒന്ന് ഫ്രൈ ആകാൻ വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ അടുത്തത് കോരിയിടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് കോരിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോണ്ട ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒന്നിൻ്റെ സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ അടുത്തത് ഇട്ടാൽ മതി. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈ ഒരു ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ബോണ്ട നമ്മൾ എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ ഇത് നന്നായിട്ട്
പൊങ്ങി എണ്ണയുടെ മുകളിലേക്ക് വന്ന് നിൽക്കും. ഉള്ളെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുമാത്രമല്ല, ഉള്ളു വെന്ത് വരുന്ന സമയത്ത് എണ്ണയുടെ മുകളിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ആ സമയത്ത് നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ചിലത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, തന്നാലെ ഇതിങ്ങനെ ഈ ഒരു ബോണ്ട ഉള്ളൊന്നും അധികം കട്ടിയില്ലാത്തൊരു ബോണ്ടയാണ്, ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബോണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. ഒന്ന് നല്ലൊരു കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവൻ മാവ് കൊണ്ട് നമുക്ക് ബോണ്ട തയ്യാറാക്കാം. ഈ ഒരു ബോണ്ടയ്ക്ക് നല്ലൊരു തേങ്ങാ ചട്നി കൂടി തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കഴിക്കാം. അതല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് വേണമെങ്കിൽ ചായക്ക് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ് ചട്നിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ബോണ്ട ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.